ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് 4 മണിക്ക് ചായ എടുക്കുന്ന മുതലുള്ളൊരു വീഡിയോ, വൈകുന്നേരത്തെ ഒരു കാര്യങ്ങളൊക്കെ ആട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞങ്ങൾ ചായയും ബിസ്ക്കറ്റുമാണ് കഴിക്കാൻ തീരുമാനിച്ചത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ, പുറത്ത് വിറകെടുക്കാനൊക്കെ പോകാനുണ്ട് കേട്ടോ. അപ്പം ചായയൊക്കെ ഇതാ തിളച്ച് വരുന്നു. ഇച്ചിരി സ്ട്രോങ്ങിലിട്ട് ചായ ഇട്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അമ്മ പറഞ്ഞൊരു തലവേദനയൊക്കെയാണ്, പിന്നെ ഇച്ചിരി സ്ട്രോങ് ചായ എടുത്തു നമുക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് വിറകിനൊക്കെ പോകാം. അപ്പോൾ ഈ ചായ കുടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് വിറകൊക്കെ വാരി കൊണ്ടുവരാനുള്ള എനർജിയൊക്കെ കിട്ടും കേട്ടോ. അതിനാട്ടോ ഞങ്ങൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ചായ എടുത്തു, ബിസ്ക്കറ്റൊക്കെ എടുത്തു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് രാവിലത്തെ ചായ പോലെ തന്നെ വൈകുന്നേരത്തെ ഈ 4 മണി ചായയും പ്രധാനം കേട്ടോ. ഈ ചായ കുടിക്കാൻ നമ്മുടെ ഇവിടെ അടുത്ത ചേച്ചിയൊക്കെ വരും കേട്ടോ ഇടയ്ക്ക്. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് എനിക്ക് മിക്കപ്പോഴും ഈ വൈകുന്നേരത്തെ കാര്യങ്ങളൊന്നും എടുക്കാനുള്ള സമയമില്ല കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിക്കലായി, വാരലായി, അങ്ങനെയുള്ളതൊക്കെ വീഡിയോ എടുത്ത് പിന്നെ വിറക് കൊണ്ടുവരലായി, അങ്ങനെയൊക്കെയാണ് കേട്ടോ പിറ്റേ ദിവസത്തേക്കുള്ളത്. അപ്പോൾ ഞാനും അമ്മയും കൂടി ചായ കുടിക്കുക കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ചായയും ബിസ്ക്കറ്റും ഒക്കെ ആസ്വദിച്ച് കുടിക്കുക കേട്ടോ. ചൂടാണെങ്കിൽ പോലും 4 മണിക്കത്തെ ഈ ചായ കൂടി ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണേ. ഇതൊരു ശീലം കൂടിയാട്ടോ 4 മണിക്ക് ഇങ്ങനെ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നത്. അതിനൊരു ലഘു കടി ആയിരിക്കും, എന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ ഞങ്ങൾ കഴിക്കുകയും ചെയ്യുന്നത്. മാത്രം മഴ പെയ്യും. പിന്നെ നടന്നത് തുണി അലക്കലാട്ടോ. അപ്പോൾ അമ്മ ഒരു സിനിമയുടെ ചെറിയ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഒരു സിനിമയുടെ ഭാഗം അമ്മ അത് കാണുകയും തുണി മടക്കുകയൊക്കെ കൂടിയാട്ടോ. അപ്പോൾ കുറേ തുണികളുണ്ടാകും നമുക്കിങ്ങനെ എന്നും. പിന്നെ അങ്ങനെ ആ കുഷ്യനൊക്കെ ഒന്ന് കഴുകി അതൊക്കെ ഒന്ന് ഈ ഇതിലൊന്ന് ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ ഒന്ന് ഇട്ട് വെച്ചു. ഇതൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അടിച്ചു വാരി എല്ലാ ജോലികളും കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറം പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അകത്തേക്ക് കയറാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ അകത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കും കേട്ടോ, വിളക്ക് വയ്ക്കാൻ പാകത്തിന്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വിറകിനും ഉള്ള കാര്യങ്ങൾക്ക് പോകത്തുള്ളൂ. വിറക് പിറകി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുളിക്കാനും മേല് കഴുകാനും ഒക്കെ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ വൈകുന്നേരമായി ജോലിക്ക് പോകുന്നവരൊക്കെ എത്തുന്ന സമയമല്ലേ, അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അകത്തുള്ള പണികളൊക്കെ എല്ലാം തുണി മടക്കൽ, തുടയ്ക്കൽ, അടിക്കൽ ഒക്കെ കഴിച്ചു വയ്ക്കൂ കേട്ടോ. അപ്പം ഞാൻ തുണി മടക്കുന്നതുകൊണ്ട് അമ്മ അതിൻ്റെ ഇടയ്ക്ക് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിഞ്ഞും മറിഞ്ഞും ഒക്കെ TV കാണുന്ന തിരക്കാട്ടോ. അപ്പം അമ്മ ഈ TV-യിലാണ് അമ്മയുടെ ശ്രദ്ധയെ. തുണി മടക്കുന്നുണ്ടെങ്കിൽ പോലും അമ്മയ്ക്ക് അങ്ങനെയാണ്. സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയുന്നതോടെ ലാസ്റ്റ് വരെ ഭയങ്കര ജിജ്ഞാസയാട്ടോ. അപ്പോൾ അതിലെ കഥകളൊക്കെ ആട്ടോ പറയുന്നത്. അതൊരു പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയായിരുന്നു കേട്ടോ, നമ്മുടെ നവ്യ നായരൊക്കെ ഉള്ളത്. അങ്ങനെ തുണി മടക്കലൊക്കെ കഴിഞ്ഞു. ഇനി എനിക്കൊന്ന് ഇവിടെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കേണ്ട കാര്യമുണ്ട്. പിന്നെ അടിച്ചു വാരി ഞാൻ അവിടെയൊക്കെ വേഗം തുടച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ പുറത്തിറങ്ങി വിറകിന് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓർക്കും വീട്ടമ്മമാരെ ഒരു ദിവസം നമ്മൾ വീട്ടിലിരുന്നാൽ വീട്ടിൽ ഇത്രയും പണി. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കാതിരുന്ന് കഴിഞ്ഞാലോ, വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഓരോ വീട്ടമ്മമാർക്കും പണിയെടുത്തു കഴിഞ്ഞാൽ തീരുകയില്ല.
മര്യാദയ്ക്ക് നിൽക്കുവോ? മര്യാദയ്ക്ക് ഇക്രൂ. ജോലിയൊക്കെ തീർത്ത് ഞാനും ഇറങ്ങി കേട്ടോ. അമ്മ നേരത്തെ കത്തി എടുത്ത് പോയിട്ടുണ്ട്. ഞാനൊരു വിധത്തിൽ പിന്നെ ഓടിക്കിതച്ച് ഞാനും എത്തി. അത് നല്ല കൂട്ടാണല്ലോ. ഞാനിങ്ങനെ മൊബൈലൊക്കെ പിടിച്ച് ഷൂട്ട് ചെയ്ത് അമ്മയുടെ അടുത്തേക്ക് പോകുമായിരുന്നു. അപ്പോൾ അവൾ വന്ന് എൻ്റെ മേത്തേക്ക് പാഞ്ഞ് കയറിയതാട്ടോ സംഭവം. അവളങ്ങനെയാണ്. അവൾക്ക് ഇങ്ങനെ നമ്മൾ മൊബൈലൊക്കെ ആയിട്ട് നടക്കുന്നത് കാണുമ്പോൾ അവൾക്ക് നല്ല എൻ്റർടൈൻമെൻറ്റ്. ഇങ്ങനെ വിറകൊക്കെ വെട്ടി ഒടിച്ച് വെച്ചും ഒക്കെ അമ്മ കെട്ടാൻ തുടങ്ങി കേട്ടോ. അപ്പം അമ്മ എന്നോട് പറഞ്ഞു കുറച്ചെടുത്താൽ മതി, ഇത് മുഴുവനും എടുക്കും. ഞാൻ പറഞ്ഞു പെറുക്കി കിടക്കുന്ന വിറകൊക്കെ എന്തായാലും എടുത്തു വെച്ചോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വിറകൊക്കെ കെട്ടുക കേട്ടോ. ഏകദേശം നമുക്ക് വിറകൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ ഈ ഇവിടെ കിടക്കുന്ന കുറച്ച് വിറക് കൂടി കൊണ്ടുപോയിട്ടാൽ മതി. ഇതങ്ങോട്ട് കൊണ്ടുപോയിട്ടോ, തലയിലേക്ക് എടുത്ത് വെച്ച് തരാം. ഇത് വരുന്നുണ്ട് പൂച്ച. എടുക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് എന്തോ ഒരു ഇത് തോന്നി കേട്ടോ. അവൾ വിറകെടുക്കാൻ സമ്മതിക്കുന്നില്ല. അവളുടെ വിചാരം മുഴുവൻ ഇതെന്തോ ബുദ്ധിമുട്ടി നമ്മൾ ചെയ്യുന്നതാണ്. അമ്മയോട് ചെന്നിട്ട് പിന്നെ വിറകെടുക്കണ്ട, എടുത്ത് കൊടുക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് തള്ളി മാറ്റുക കേട്ടോ. അവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നമാണ്. പിന്നെ വിറകൊക്കെ ഞാൻ എടുത്ത് തലയിൽ വെച്ചു കേട്ടോ. കണ്ടില്ലേ, അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ വിറകെടുക്കുന്നത്. ആരും ബുദ്ധിമുട്ടി ജോലിയൊന്നും ചെയ്യുന്നൊന്നും അവൾക്ക് ഇഷ്ടമില്ല. അവളെ കളിപ്പിക്കണം ഏത് നേരവും. അവൾക്കതൊക്കെ ഉള്ളൂ. പോയി പിന്നെ രണ്ടാമത്തെ കെട്ട് ഞാൻ ചെന്നപ്പോഴത്തേക്കും അമ്മ കെട്ടി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ എത്ര വിറക് നമ്മൾ ഇവിടുന്ന് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കണക്കൊന്നുമില്ല കേട്ടോ. അത്രയും വിറക് നമുക്ക് ഇവിടുന്ന് കിട്ടി കേട്ടോ. ഭാഗ്യത്തിന് നമുക്കവിടെ കുറേ മരങ്ങളൊക്കെ മുറിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ വിറക് നമുക്ക് എടുക്കാനും പറ്റി കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഈ വർഷം ഭയങ്കര ബുദ്ധിമുട്ടായിനെ. പിന്നെ ഞാൻ കുറച്ച് ചാരം കൊണ്ടുവന്നേ. നമ്മൾ ഈ കത്തിക്കുന്ന ചാരം ഈ മരങ്ങൾക്ക് ഈ തെങ്ങിന് തന്നെ വളമാകട്ടെ എന്ന് വിചാരിച്ച് ഞാനതുകൊണ്ട് ആ തെങ്ങിനൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഇങ്ങനെ കത്തിക്കുന്ന ചാരം, ചിലർ ചാരത്തിന് എന്നാ അമ്മേ പറയുന്നത്, വെണ്ണീർ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തു. ഇനിയുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ഓരോ നടക്കി ഓരോ കാര്യങ്ങൾക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ കത്തിക്കുന്ന ചാരം കൊണ്ടേ ഇങ്ങനെ തെങ്ങിനും വാഴയ്ക്കും അങ്ങനെ ഓരോന്നിനും ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ അമ്മ കുടിക്കാൻ വെള്ളം ചോദിച്ചിരുന്നു. അമ്മയ്ക്ക് ഞാൻ വെള്ളം കൊണ്ടാട്ടോ വന്നത്. അതുപോലെ ദാഹമാണ്. നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നേരം വൈകുന്നേരമായി എന്ന് പറഞ്ഞാലും കാര്യമില്ല. നല്ല വെയിലാട്ടോ, നല്ല വെയിലിൻ്റെ ചൂടുണ്ട്. അങ്ങനെ ഞങ്ങൾ ദാഹമൊക്കെ മാറ്റി വീണ്ടും അടുത്ത കെട്ട് വിറകിന് വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പാട്ടോ. പിന്നെ ആ കെട്ടും തലയിലേന്തി വീണ്ടും നമ്മൾ വീട്ടിലേക്ക് പോയി കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ജൈവവള സംഭരണിയാട്ടോ. നമ്മുടെ അല്ല, അടുത്ത വീട്ടിലെ. ഇത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ അവർ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാട്ടോ. അപ്പം നമുക്കും ഉണ്ട് ഇത് കൂട്ടി 2 എണ്ണേ. ഇതിൽ നമ്മൾ വേസ്റ്റൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല എല്ലാം നമ്മൾ ഭക്ഷണത്തിൻ്റെ എല്ലാം അതിനകത്ത് അവശിഷ്ടങ്ങളൊക്കെ അതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ കാലം കഴിയുമ്പോൾ ലയിക്കും കേട്ടോ. ലയിച്ചിങ്ങനെ പുഴുവാണ് അതിനകത്ത് നിറച്ചും. പുഴു അരിച്ചരിച്ചരിച്ച് അത് നല്ല ഡൈജസ്റ്റായിട്ട് നമ്മളത് പിന്നെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളമാട്ടോ.
അങ്ങനെ ഇക്രുവും ഞങ്ങളും ആയിട്ട് വൈകുന്നേരം ഭയങ്കര മേളാങ്കം കേട്ടോ. പിന്നെ ഇനിയും പീറ്റുവിനെ വിടണം, ഇക്രുവിനെ കെട്ടിയിട്ട് വേണം പീറ്റുവിനെ വിടാൻ. അങ്ങനെ ഇവരെ വിടലും കണ്ടില്ലേ. രണ്ടാം സെക്ഷൻ ഞാൻ വന്നപ്പോൾ പീറ്റുവിനെ അഴിച്ചു വിട്ടു കേട്ടോ. പിന്നെ അന്നേരത്തേക്ക് ഇക്രു എന്ത് ചെയ്തു എന്നറിയാമോ, കെട്ടിയിട്ട് ഇക്രു കയറും പൊട്ടിച്ചുകൊണ്ട് ഓടി വന്നു. രണ്ടുപേരും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാലും കിട്ടിയല്ല, ഭയങ്കര മേളാങ്കം കേട്ടോ. പിന്നെ അവളെന്തോ പോയില്ല, നമ്മൾ വിളിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് കെട്ടിയിടാൻ പറ്റി. ഇല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ഒറ്റ പോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മഷിയിട്ട് നോക്കിയാൽ നമുക്ക് അവരെ കിട്ടിയല്ലോ കേട്ടോ. ചില പൊട്ടുന്ന പൊട്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അനുസരണയുണ്ട്. പക്ഷെ നമ്മുടെ അടുത്തുനിന്ന് പിടിവിട്ടു പോയി അപ്പോഴത്തേക്കും ഒരാൾ ഞാനിവിടെ കിടന്നോളാവേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ പോയി കിടക്കുന്നുണ്ട്. പീറ്റു കണ്ടോ പോയി കിടക്കുന്നത്. ചില നേരം ഭയങ്കര അനുസരണയാണ്, തല വണ്ണം കുമ്പിട്ട് തരും. പിന്നെ എന്നെ ഇത് തരുന്നേ കഴുത്ത് പൊക്കി പിടിച്ച് തരും, ഊരാൻ വേണ്ടിയിട്ട് കഴുത്ത് പൊക്കി പിടിച്ച് തരും, പൂട്ടാൻ വേണ്ടിയിട്ട് തല കുമ്പിട്ട് തരും, എല്ലാം ചെയ്തു തരും. അപ്പോൾ വിറകൊക്കെ കണ്ടില്ലേ കൊണ്ടുവന്ന് അടുക്കി, ഇനി അതൊക്കെ നമുക്കവിടെ അടുക്കി വയ്ക്കണം കേട്ടോ. അങ്ങനെ അവൻ വന്നിട്ട് പൂട്ടിക്കോ, ഞാൻ എങ്ങോട്ടും പോകണില്ല, ഞാൻ അനുസരിച്ചേക്കാന്ന് പറഞ്ഞിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവരെ വിടലും കാര്യങ്ങളും ഒക്കെ അതും നടക്കും, നമ്മുടെ പണികൾ അതും നടക്കും കേട്ടോ. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നല്ല അനുസരണയാണ്. പോയി കയറിയത് കണ്ടില്ലേ. അവർക്കറിയാം, അവർക്ക് അന്നേരം നോക്കിയപ്പോൾ കണ്ടില്ലേ കയർ കടിച്ച് മുറിച്ചിട്ടിട്ടാട്ടോ കെട്ട് പൊട്ടിച്ച് പോയേക്കുന്നത്. തെറ്റ് ചെയ്തു എന്നറിയാം, അതിൻ്റെ ഒരു പശ്ചാത്താപം ഉണ്ട് കേട്ടോ മുഖത്ത്. അപ്പോൾ ഇതെന്നെ കാണിച്ചതെന്നൊക്കെ ചോദിച്ച് ഞാൻ ഇനി അതെങ്ങനെ കെട്ടും. തൊടൽ 2 കഷ്ണമാക്കും. കയറും പൊട്ടിക്കും, കടിച്ചും മുറിക്കും. ഇക്രൂനെ കൊണ്ട് അങ്ങനെയുള്ള ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ എങ്ങനെ ഇക്രൂവിൻ്റെ പൊട്ടിയത്? ചാടിയപ്പോൾ പൊട്ടിയതായിരിക്കും. എങ്ങനെയാണേലും പൊട്ടിച്ച് 2 കഷ്ണമാക്കിയിട്ടുണ്ട്. പിന്നെ അമ്മ വേറൊരു കയറൊക്കെ എടുത്ത് കെട്ടി ഊരാക്കുടുക്കൊക്കെ ഇട്ട് കെട്ടിയിട്ടോ. നമ്മൾ കാണുമ്പോൾ ഇവർ നല്ല മര്യാദക്കാരാണെങ്കിലും ഇവർ വികൃതി കാണിക്കുന്നതൊന്നും നമ്മൾ കാണില്ല കേട്ടോ. ഇവർ നമ്മളില്ലാത്ത സമയങ്ങളിൽ നല്ലോണം വികൃതി കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, അവിടെ ഒരുതും നല്ല രീതിയിൽ അവിടെ കിടക്കൂട്ടെ, നമ്മളെ കാണുമ്പോൾ ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മളില്ലാത്ത സമയത്തുണ്ടല്ലോ, അന്നേരം നമ്മളവർക്ക് ഇവരെന്തിനാ കെട്ടുന്നത്, ഇവരിവിടെ അനുസരണ. ഞാൻ പറയാം അമ്മേ അവനെ കെട്ടുമൊന്നും ചെയ്യണ്ട, അവനവിടെ കിടക്കുന്നുണ്ടല്ലോ, പിന്നെ ഇപ്പം എന്താ. പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ വേണം ഇവർ കുറ്റിയെ കെട്ടിയുള്ള കുറ്റിയും പറിച്ചുകൊണ്ട് ഓടും കേട്ടോ. അവൾ മടുത്തിട്ടുണ്ട് നല്ലോണം. ഇതൊക്കെ നമ്മുടെ വൈകുന്നേരത്തെ തിരക്കിൻ്റെ ഉള്ളിൽ വരുന്ന പണികളാട്ടോ. നമ്മൾ വൈകുന്നേരം വിളക്ക് വയ്ക്കാനും കുളിക്കാനും ഓരോ ജോലികൾ തീർക്കാനും ഉള്ള സമയങ്ങളാണ് ഇവരിങ്ങനത്തെ ഓരോ നമുക്ക് വേണ്ടിയിട്ട് ഓരോ നുടുക്കു വിദ്യകളൊക്കെ ഒപ്പിച്ച് വയ്ക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവരുടെ ശുശ്രൂഷകളും നമ്മൾ നോക്കി അവരെ ഒരു ഭാഗത്താക്കണം. എന്നാലും അവർക്ക് നമ്മുടെ കൂടെ കിടന്ന് കളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. എന്ത് കളിക്കാനാണേലും അതിനൊക്കെ നല്ല തയ്യാറെടുപ്പാണ് താനും. വെടിവെച്ച് വീഴുന്നു, മരിച്ചു വീഴുന്നു, വെടിവെക്കുന്നു, മരിച്ചു വീഴടി, മരിച്ചു വീഴാൻ, വെടിവെക്കുന്നു, മരിച്ചു വീഴടി, എഴുന്നേക്കുന്നു, ചിരിക്കുന്നു, വെടിവെക്കുന്നു. പിന്നെ അവരോട് ഇങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് അവൾക്ക് എന്ത് നമ്മൾ കളിപ്പിച്ചാലും അവൾക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വിറകൊക്കെ ഒന്ന്
കൊണ്ടുവന്നില്ലേ, ഇനി അത് നമുക്ക് ഒരിടത്തേക്ക് പെറുക്കി അടുക്കി വെക്കണം കേട്ടോ. അങ്ങനെ അമ്മ പറഞ്ഞു അമ്മ മടുത്തു, അമ്മ അവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞു അമ്മ അവിടെ ഇരുന്നു, ഞാനിതൊക്കെ ഒന്ന് പെറുക്കി വെട്ടി ഒടിച്ച് വെച്ചേക്കാമെന്ന് പറഞ്ഞു കേട്ടോ. വൈകുന്നേരത്തേക്ക് നമുക്ക് ഇനിയും പണിയുണ്ട് കേട്ടോ. അവൻ പറയുന്നുണ്ട് മീൻ കൊണ്ടുവരും, വൈകുന്നേരം മീൻ കൊണ്ടുവരും, നമുക്കറിയാം കേട്ടോ. അപ്പം വൈകുന്നേരത്തേക്ക് ഞാൻ മീൻ കൊണ്ടുവരുന്ന സമയമായപ്പോഴത്തേക്കും ഞാൻ വിറകൊക്കെ ഒന്ന് വെട്ടി ഒടിച്ച് വെക്കണം. പിന്നെ മീനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി വെക്കണം. അതിനൊക്കെയുള്ള സമയമുള്ളൂ. പിന്നെ അമ്മ മടുത്തെങ്കിലും ഞാൻ തന്നെ പെറുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അമ്മ എഴുന്നേറ്റ് വന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പരിപ്പെടുത്ത് താളിച്ച് വെച്ചു വൈകുന്നേരത്തേക്ക് കേട്ടോ. രാത്രിക്കത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് വെറുതെ തേങ്ങയൊന്നും അരച്ചില്ല, വെറുതെ ഒന്ന് കടുക് വറുത്തേ ഉള്ളൂ കേട്ടോ. കുറച്ച് വറ്റൽമുളകൊക്കെ ഇട്ട് ആ കുഞ്ഞ് ചീൻചട്ടിയിൽ നമ്മൾ കടുക് പൊട്ടിക്കുന്ന ഈ ചീൻചട്ടിയിലല്ലേ, അതിന് കൊള്ളാൻ മാത്രം കേട്ടോ. എല്ലാവർക്കും ഒന്നും വേണ്ട, നമുക്ക് മാത്രം മതി കേട്ടോ. മോനൊന്നും ഈ പരിപ്പ് കറിക്കൊന്നും ആവശ്യമില്ല കേട്ടോ. അവരൊന്നും അങ്ങനെ കൂട്ടില്ല. നമുക്ക് എനിക്കും അമ്മയ്ക്കും മാത്രം കേട്ടോ ഈ പരിപ്പ് കറി. ഞങ്ങൾ മാത്രമേ ഇത് കൂട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ വെച്ചു, മേല് കഴുകി വിളക്ക് വെച്ചു കേട്ടോ. പിന്നെ ഇഞ്ചിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു. അപ്പോഴത്തേക്കും മീനെത്തി, അതിനുള്ള തയ്യാറെടുപ്പുകളായി. പിന്നെ ഞാനിങ്ങനെ കടുക് ഒടിച്ചിട്ട് കുറേ സമയം ഇളക്കി അതിൻ്റെ ചൂട് നിൽക്കില്ല. ഞാൻ അടച്ചടച്ച് വെക്കുക കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് നമുക്ക് വേറെ ഓരോ ജോലികൾ ചെയ്യാൻ ഇളക്കി എത്ര നേരം നമ്മൾ അടുപ്പിൻ്റെ ചൂട് നിൽക്കിയാലേ. അപ്പോൾ അടച്ച് വെക്കുമ്പോൾ ഇങ്ങനെ തന്നെ വഴന്ന് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ തേങ്ങാപ്പാലും പിഴിഞ്ഞ് വെച്ചിരുന്നു, അതും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കേട്ടോ. വീഡിയോ എടുത്തതാണ്, പക്ഷേ മറന്നുപോയി കേട്ടോ. അതിൻ്റെ പോസ്റ്റ് ചെയ്ത് വെച്ചതായിരുന്നു, പക്ഷേ ഓണാക്കാൻ മറന്നുപോയി. എൻ്റെ വിചാരം കാണുന്നുണ്ടെന്ന്. ചൂതമീനായിട്ടോ കൊണ്ടുവന്നത്. ചൂതയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ചൂതമീനായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ പാലിൽ പിഴിഞ്ഞൊഴിച്ച് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ലോണം തിളപ്പിച്ച് ഇതിനകത്ത് വെന്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ. കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇതിനകത്ത് വിതറി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടില്ലായിരുന്നു, മറന്നു പോയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുന്ന നേരം കൊണ്ട് ഞാൻ പുറത്ത് കൊണ്ടുപോയി കേട്ടോ മീൻ പൊരിച്ചെടുത്തത്. കുറച്ച് മീനെടുത്ത് ഞാൻ പൊരിക്കുകയും ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ പൊരിച്ച വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അത് മുറ്റത്ത് അടുപ്പിലാട്ടോ കൊണ്ടുപോയി വെച്ചത്. അമ്മയാട്ടോ മേലൊക്കെ കഴുകി വിളക്ക് വെച്ചത്. ഞാൻ ഈ മീനിൻ്റെ പണിയുള്ളതുകൊണ്ട് ഞാൻ മേല് കഴുകിയിട്ടില്ല. ഇനി എനിക്ക് മേല് കഴുകി ഒന്ന് വിളക്ക് തൊട്ട് വന്നിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. എനിക്കിങ്ങനെ തിരക്ക് ഒടിച്ച ദിവസങ്ങളിലും മീൻ കൊണ്ടുവരുന്ന ദിവസങ്ങളിലും എനിക്ക് നാമജപം ഉണ്ടാകില്ല കേട്ടോ. എന്തായാലും വൈകുന്നേരം ആയിരിക്കും നമുക്കിങ്ങനെ. പക്ഷേ അമ്മ അന്നേരത്തേക്കും മേല് കഴുകി വിളക്ക് വയ്ക്കൂ കേട്ടോ. അപ്പം നമ്മുടെ സൂപ്പർ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടോ. ഇങ്ങനെ തേങ്ങാപ്പാൽ ലേശം പിഴിഞ്ഞൊഴിച്ച് ഇങ്ങനെ ആ മുളകിൻ്റെ കുത്തലൊക്കെ പോവും. പിന്നെ കുട്ടികൾക്ക് നമുക്കൊക്കെ വയറിന് ഒരു സുഖമുണ്ട് കേട്ടോ. തനി മുളക് പൊടി ഇട്ടല്ലേ എന്നും വെക്കുന്നത്. പിന്നെ വെജിറ്റബിൾ ഇൻക്ലൂഡ് ആകാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇതൊക്കെ ഇതിനകത്ത് ചേർത്തും കൊടുക്കുന്നത്. ഈ തക്കാളി ഇങ്ങനെയുള്ള അവർ വെജിറ്റബിൾ അല്ലാതെ കഴിക്കില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ ഈ മീൻ കറി തന്നെ ഉൾപ്പെടുത്തു കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.